ക്ലാസ് 9 ന്യൂ SCERT സിലബസിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓഡിയോയിൽ ചാപ്റ്റർ 5 ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ഈ ചാപ്റ്ററാണ് ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതിനെ മൂന്നായിട്ട് തിരിക്കാം. പ്രാഥമിക മേഖലകൾ, ദ്വിതീയ മേഖലകൾ, തൃതീയ മേഖലകൾ. ആദ്യത്തേത് പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, പാറ പൊട്ടിക്കൽ, ഖനനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, പാറ പൊട്ടിക്കൽ, ഖനനം എന്നിവ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്, NSO. മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ നമ്മൾ പ്രൈമറി മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖലയെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ. വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് ഈ മേഖല വ്യവസായ മേഖല എന്ന് വിളിക്കുന്നു. അടുത്തത് തൃതീയ മേഖല അഥവാ ടേഴ്സറി സെക്ടർ. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു. ഉൽപാദന ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനം ആണ് ഉപഭോഗം. അപ്പം നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ്? ഉൽപാദനം, വിതരണം, ഉപഭോഗം. എന്താണ് ഉൽപാദനം? ഉൽപാദന ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വിതരണം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം എന്നറിയപ്പെടുന്നത്. ദേശീയ വരുമാനം. ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ, അതായത് ശമ്പളം, മറ്റ് തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ ആ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. അപ്പോൾ എന്താണ് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം? രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഇന്ത്യയിൽ ഏപ്രിൽ 1 to മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1 to മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങളെന്നും അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില സാധനങ്ങൾ എന്നും പറയുന്നു. ഇനി
ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന് പിന്നെ രാജ്യങ്ങളും സാമ്പത്തിക സ്ഥിതി രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന് രാജ്യത്തെ ജനങ്ങളെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിന്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന്, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന്, രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന്, രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന്, സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 രീതികളിലൂടെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഒന്ന് ഉൽപ്പന്ന രീതി, മറ്റൊന്ന് വരുമാന രീതി, മൂന്നാമത്തേതാണ് ചെലവ് രീതി. ഇങ്ങനെ 3 രീതികളിലൂടെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ആദ്യത്തേത് ഉൽപ്പന്ന രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. ഇനി അടുത്തത് വരുമാന രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. ഇപ്പോൾ നമുക്ക് ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കാം? വരുമാന രീതിയിൽ കണക്കാക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളാണ്. ഒന്ന് പാട്ടം അഥവാ റെൻറ്റിനെ R എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. വേതനം അഥവാ വേജ് W ആണ്. പലിശ അഥവാ ഇൻട്രസ്റ്റ് I ആണ്. ലാഭം അഥവാ പ്രോഫിറ്റ് P ആണ്. അപ്പോൾ നാഷണൽ ഇൻകം ഈക്വൽ R+W+I+P ആണ്. വരുമാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അടുത്തത് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? വരുമാന രീതി, പിന്നെ ഏതായിരുന്നു? വരുമാന രീതി പറഞ്ഞു. പിന്നെ ഉൽപ്പന്ന രീതി വരുമാന രീതിയിലൂടെ ദേശീയ വരുമാനം കണക്കാക്കി. അടുത്തതാണ് ചെലവ് രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റ കയറ്റുമതി മൂല്യം കൂടി ചേർത്താണ് രാജ്യത്തിൻ്റെ ആകെ ചെലവ്. അതായത് ഉപഭോഗ ചെലവിനെ നമുക്ക് C എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, നിക്ഷേപ ചെലവിനെ I എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, സർക്കാർ ചെലവിനെ G എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെന്താണ്? അറ്റ കയറ്റുമതി മൂല്യം, അതാണ് X-M. അതായത് രാജ്യത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും, എക്സ്പോർട്ടും ഇമ്പോർട്ടും, അത് തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് എക്സ്പോർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ദേശീയ വരുമാനം നാഷണൽ ഇൻകം ഈക്വൽ C+I+G+X-M. അതായത് X-M എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ് എക്സ്പോർട്ടാണ്. ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ ചെലവാണ്, ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇങ്ങനെ 3 രീതികളിലൂടെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്.
ഇനി നമുക്ക് സർക്കാർ ചെലവ് എന്താണെന്ന് നോക്കാം. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവ്. സർക്കാർ ചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. എന്താണ് ഉപഭോഗ ചെലവ്? ഉപഭോക്താക്കൾ ഉൽപ്പാദനത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ്. അടുത്തത് നിക്ഷേപ ചെലവ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. എന്താണ്? മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപ ചെലവ്. അടുത്തത് അറ്റ കയറ്റുമതികൾ, നെറ്റ് എക്സ്പോർട്ട്. രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് എക്സ്പോർട്ട്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GNP ആണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ എന്താണ്? ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉൾപ്പെടാത്തതാണ് ഏത്? വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം ഇതൊന്നും തന്നെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDPയിൽ ഉൾപ്പെടുന്നില്ല. ഇനി അടുത്തത് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, GNP. എന്താണ്? ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അപ്പോൾ ഇതിൽ എന്താണ്? ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി അതെന്താണെന്ന് നോക്കാം. വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യം സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. അപ്പം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ വരും? വ്യോമാതിർത്തി വരും, ജലാതിർത്തി വരും. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ്. രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശമുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിന് കടലിൽ അടുത്തിട്ടുള്ള ഇന്ധനം, ധാതുക്കൾ എന്നിവ ശേഖരിക്കുന്നതിനോ ആവശ്യമുള്ള സമുദ്രഭാഗം, കസ്റ്റം നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ ഇവയൊക്കെ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന ഒന്നല്ല. അടുത്തത് അറ്റ ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NNP എന്താണെന്ന് നോക്കാം. നമ്മൾ GDP എന്താണെന്ന് പറഞ്ഞു, GNP എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നം ഡിവൈഡ് ബൈ തേയ്മാന ചെലവാണ്, ഡിവൈഡ് ബൈ അല്ല മൈനസ് തേയ്മാന ചെലവാണ് എന്ത്? അറ്റ ദേശീയ ഉൽപ്പന്നം. NNP എന്ന് വെച്ച് കഴിഞ്ഞാൽ GNP മൈനസ് ഡിപ്രീസിയേഷൻ, അതാണ് എന്ത്? NNP. ഇനി പ്രതിശീർഷ വരുമാനം എന്താണ്? ദേശീയ വരുമാനം ഡിവൈഡ് ബൈ ആകെ ജനസംഖ്യയാണ് പ്രതിശീർഷ വരുമാനം. അടുത്തത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ചില പരിമിതികൾ. അപ്പോൾ നമ്മൾ 3 രീതികളിലൂടെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ചില പരിമിതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം ഒരു പരിമിതിയാണ്. അടുത്തത്, സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദനഘടകങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത, അതും ഒരു പരിമിതിയാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ പെടുന്നില്ല, അല്ലേ? നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പെടുന്നില്ല.
വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക ജോലി സ്ത്രീകളെ സംബന്ധിച്ച് എന്താണ്, അത് അവരുടെ ഏറ്റവും വലിയ വർക്കാണ്. പക്ഷേ അത് വേതനമില്ലാത്ത ജോലി ആയതുകൊണ്ടും അത് കണക്കാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദേശീയ വരുമാനത്തിൽ അത് ഉൾപ്പെടുന്നില്ല. ഇനി 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം, മൊത്ത സംയോജിത മൂല്യം, മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം ഇത് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് 2015 മുതലാണ് ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ച് തുടങ്ങിയത്. മൊത്ത വർദ്ധിത മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്ത ഉൽപ്പന്ന മൂല്യം മൈനസ് ഇടനില ഉപഭോഗ മൂല്യം. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം. GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന്മേലുള്ള നികുതി സബ്സിഡികളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല. എന്നാൽ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന്മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്ത വർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിനു വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. സാമൂഹിക സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ആണ് സബ്സിഡി. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താണ്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഈക്വൽ മൊത്ത വർദ്ധിത മൂല്യം പ്ലസ് ഉൽപ്പന്ന രീതി മൈനസ് ഉൽപ്പന്ന സബ്സിഡി. ഇതാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊത്ത വർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലകളുടെ സംഭാവന മറ്റു മേഖലയെ അപേക്ഷിച്ച് കൂടുതലാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും എന്താണ് മൊത്ത വർദ്ധിത മൂല്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നൊന്ന്, രാജ്യത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച. കേരള സർക്കാർ അറിവധിഷ്ഠിത മേഖലയ്ക്ക് മുൻഗണന നൽകുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവ. തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്ന് രണ്ട് വിഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സംഘടിത മേഖല, രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ് സംഘടിത മേഖല. സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നു. താരതമ്യേന കൂടിയ ശമ്പളം, തൊഴിൽ സുരക്ഷിതത്വം ഇവയാണ് സംഘടിത മേഖലയിലുള്ളത്. എന്നാൽ അസംഘടിത മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖല, സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല, താരതമ്യേന കുറഞ്ഞ ശമ്പളം, തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായ്മ, ഇതൊക്കെയാണ് അസംഘടിത മേഖലയിലുള്ളത്. ഇനി അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2008 സാമൂഹിക സുരക്ഷാ കോഡ് 2020 അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുന്ന നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ്. സ്വയം തൊഴിൽ ഏർപ്പെടുത്തുന്നവർ, വീട്ടുജോലികൾ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവർ ഈ ആനുകൂല്യത്തിന് അർഹരാണ്. സാമൂഹിക സുരക്ഷാ കോഡ് ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് എന്താണ്? പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിന് പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്നവരാണ് എന്ത്? ഗിഗ് തൊഴിലാളികൾ. എന്താ ഗിഗ് തൊഴിലാളികൾ? അത് ചോദിക്കാറുണ്ട്. ഗിഗ് തൊഴിലാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിന് പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്നവരാണ് ഗിഗ് തൊഴിലാളികൾ. ഇനി നമുക്ക് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഈ മേഖലയിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷി, അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, കന്നുകാലി വളർത്തൽ, പാറ പൊട്ടിക്കൽ എന്നിവ.
ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം എന്നിവ. ഇനി അടുത്തത് തൃതീയ മേഖല. തൃതീയ മേഖലയിൽ വരുന്നതാണ് വ്യാപാരം, വാണിജ്യം, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, ഗതാഗതം, വാർത്താവിനിമയം, സംരംഭം, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, ഇതെല്ലാം വ്യവസായ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്രയുമാണ് ചാപ്റ്റർ 5 നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.